ഒരു മനുഷ്യനോടും ഈ ലോകത്ത് ചെയ്യാൻ പറ്റാത്തൊരു തെറ്റുണ്ട്. അത് വലിയൊരു തെറ്റാണ്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഫേക്ക് പ്രോമിസ് കൊടുക്കരുതടാ, വലിയ തെറ്റാണത്. അതിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ല. ഫേക്ക് പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരാളുടെ ലൈഫിനെ താളം തെറ്റിക്കാൻ കെൽപ്പുള്ളൊരു കാര്യമാണത്. നമ്മൾക്ക് പല ആളുകളോടും ചിലപ്പോൾ ശത്രുത ഉണ്ടാവും, പക്ഷെ ഒരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആരും ഒന്നും ചെയ്യാൻ മനസ്സ് വരില്ലല്ലോ. അങ്ങനെ ഒരാൾക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ അയാൾ അത്രയും എന്താ പറയുക, ആ ഒരു ഇതിലാവും. ഫേക്ക് പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് മേ ബി നമുക്കറിയാം ചിലപ്പോൾ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മളവർക്ക് വാക്ക് കൊടുക്കും. എടാ നമുക്കത് ചിലപ്പം ഓക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു വാക്ക് മാത്രം എടാ ഓർക്ക് ചിലപ്പോൾ അത് അവരുടെ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആവും. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു കാര്യം ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ വരുന്നൊരു പ്രതീക്ഷയുണ്ട്. അതിപ്പോൾ നിങ്ങളോട് ഒരാൾക്ക് എന്താ പറയുക, നിങ്ങൾക്കൊരാളൊരു വാക്ക് തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷ വരും? എന്ത് കാര്യം ആയിക്കോട്ടെ, ലൈക്ക് അതൊരിക്കലും നമുക്ക് അത് ചെറിയ കാര്യമാണ് വലിയ കാര്യമാണെന്ന് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ചെറിയ കാര്യമാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും പല ആളുകളുടെയും ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളാണ്. സീരിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് സില്ലി ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും സ്വപ്നം കണ്ടു നടക്കുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്. നമ്മളൊരാൾക്കൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ അയാൾ ചിലപ്പോൾ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യും, നമ്മൾ കൊടുത്ത ആ ഒരു വാക്കിൻ്റെ പുറത്ത് അയാൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും. നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാക്ക് കൊടുക്കുകയാണ്. വലിയ തെറ്റാണടാ, ചെയ്യരുത്. ഇനി അറിയാതെ ലൈക്ക് ഇപ്പോൾ ഒരു വാക്ക് കൊടുത്തു പോയി പക്ഷെ ചെയ്യാൻ പറ്റണില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ മുന്നിൽ എന്താ പറയുക അത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോറി കവറപ്പ് ചെയ്ത് നിൽക്കരുത്. കാരണം നമ്മൾ ലൈക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരാൾക്കൊരു വാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് ആ ഒരു സമയം ഉണ്ടല്ലോ, ഒരു സിറ്റുവേഷനാണ് വരിക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൂടുതൽ ആളുകളും ചെയ്തു പോകുന്നൊരു അബദ്ധം എന്താ പറയുക, ഭയങ്കരമായിട്ട് സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോമിസിങ് കൂടുതൽ ആളുകൾക്കും കൊടുക്കും, വാഗ്ദാനങ്ങൾ കുറേ നമ്മൾ കൊടുക്കും. കാരണം എന്താ, നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. ആ ടൈമിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് വാക്ക് കൊടുത്താലും നമ്മൾ ഓക്കെയാണ് ചെയ്യാന്നുള്ള ആ ഒരു തോട്ടിൽ നമ്മൾ പ്രോമിസ് അങ്ങോട്ട് കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മാറും. അത്രയും നേരം ഉണ്ടായ ഹാപ്പിനെസ് ചിലപ്പം പിന്നീട് നമുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ കൊടുത്ത വാക്ക് ചിലപ്പോൾ നമുക്ക് പാലിക്കാൻ പറ്റണമെന്നില്ല, നമ്മളത് ഒഴിവാക്കി വിടും. പക്ഷെ നമ്മളെ അത് ഒഴിവാക്കി വിടുന്നുള്ളൂ. ആർക്കാണോ നമ്മൾ ആ വാക്ക് കൊടുത്തത് ഓരത് മനസ്സിലിങ്ങനെ വെച്ച് നിൽക്കും. അത് എന്താ പറയുക, ഒന്നെങ്കിൽ നടത്തി തരും, സാധിച്ചു തരും എന്നൊരു പ്രതീക്ഷ. പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിനെ താളം തെറ്റിക്കാൻ കെൽപ്പുള്ളൊരു കാര്യമാണ്. നമ്മൾ കൊടുത്ത ആ ഒരു പ്രതീക്ഷയിൽ ഓരിങ്ങനെ നിൽക്കുകയാണ്, നമ്മളത് മറന്നുപോയി അല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ച് എന്താ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓർക്കത് അങ്ങനെ ആവില്ലടാ. ലൈഫ് തന്നെ ഇല്ലാണ്ടായിപ്പോയ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ അറിയാൻ മതിയോ. ഫേക്ക് പ്രോമിസ് എന്ന് പറയുന്നത് ഒരാളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് ഫേക്ക് പ്രോമിസ് കൊടുക്കുക എന്നുള്ളത്. അതും അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്. അറിയാതെ പറ്റിപ്പോകുന്നത് ഓക്കെ, ഒരുവിധമൊക്കെ നമുക്ക് എന്താ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടും നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് അറിഞ്ഞു ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് നമ്മളൊരാളെ പറ്റിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ശത്രുക്കളോടാണെങ്കിൽ പോലും ലൈഫ് തന്നെ ഇല്ലാണ്ട് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലടാ. ലൈക്ക് ഓർക്കത് ഭയങ്കര സില്ലി ആയിട്ട് ഓരോ എടുത്തോളുന്ന് നമ്മളെങ്ങനെ പറയാ, ഓരോത് സില്ലി ആയിട്ട് എടുക്കാന്ന്. ഓരോ ഇമോഷൻസ് നമുക്കറിയോ, ഓരോ ഫീലിങ്സ് നമുക്കറിയോ, ഓരോ പെയിൻ നമുക്കറിയടാ, ഒന്നും നമുക്കറിയില്ല. നമ്മളെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അത് സില്ലിയാണെന്നൊക്കെ പറയുന്നത്. ഓർക്കത് പീക്ക് ലെവലിലാവും. സോ ഒരിക്കലും ഒരാൾക്ക് ഒരു പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് ഉള്ളിൽ ബോധം ഉണ്ട് എന്ത് നടത്താൻ കഴിയില്ല എന്ന്, അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കരുത്. ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ലൈക്ക് എന്താ പറയുക, വേറൊരാൾ ത്രൂ സാധിച്ചു തരാമെന്ന് നിങ്ങൾക്ക് വന്ന് പ്രോമിസ് തരുന്ന സമയത്ത് നിങ്ങളെ എക്സ്പെക്റ്റേഷൻ ഏത് ലെവൽ വരെ കയറും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ആ ആളതൊരു വെറുതെ പറഞ്ഞാണെങ്കിലോ ഒരു വെറും വാഗ്ദാനം തന്നാണെങ്കിലോ തകർന്നു പോവില്ലേ, പ്രതീക്ഷകളൊക്കെ പൊട്ടിച്ചെതറി പോവില്ലേ, സെയിം തന്നെയാണ്. പക്ഷെ ഓർക്കിലിപ്പോൾ ഇത് വളരെ സിമ്പിളാവും. അതാ പറഞ്ഞത്, നമുക്ക് സിമ്പിൾ എന്ന് തോന്നുന്ന കാര്യം നമുക്കാണ് സിമ്പിൾ. എല്ലാവർക്കും സിമ്പിൾ ആവണമെന്നില്ല, എല്ലാവർക്കും വളരെയധികം പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നില്ല. ചിലർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ലൈഫ് പിടുത്തമിട്ട് പോവും.
അത് മനസ്സിലാക്കേണ്ടത് ഈ പ്രോമിസ് കൊടുക്കുന്ന ആളുകളാണ്. കാരണം പ്രോമിസ് കിട്ടുന്ന ആളുകൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവർക്ക് പ്രോമിസ് കൊടുക്കുന്ന ആളുകളാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. സോ പറഞ്ഞു തന്നത്രേ ഉള്ളൂ, നെവർ ഗിവ് ഫേക്ക് പ്രോമിസസ്. ഒരാളോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണത്. അതുപോലെ തന്നെ എന്താ പറയുക, അതുപോലെ തന്നെ അല്ല, നിങ്ങൾക്ക് ഒരാളൊരു ഫേക്ക് പ്രോമിസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ അതേപോലെ എല്ലാവരുടെ ലൈഫിലും ഫേക്ക് പ്രോമിസസുകൾ പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. ചില ആളുകൾക്ക് ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു പ്രോമിസ് കൊടുക്കുന്നതിന് മുൻപ് നല്ലോണം ആലോചിക്കുക. അത്രയും ചിന്തിച്ചിട്ട് ഒരാൾക്കൊരു വാക്ക് കൊടുക്കുക. ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് കംപ്ലീറ്റ് മാറ്റിമറിക്കാൻ കെൽപ്പുള്ളൊരു വെപ്പണാണ്. സോ തിങ്ക് before you give a promise, and please don't give fake promises. Okay?